ഖത്തറിനെ തൊട്ടുപോകരുത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിനും ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പും താക്കീതുമായിരുന്നു അത്. ഖത്തറിന് ഇനി ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ അത് അമേരിക്കയെ ആക്രമിക്കുന്നതിന് തുല്യമായി കണക്കാക്കുമെന്നും ആ രാജ്യത്തെ അമേരിക്ക തീർക്കുമെന്നും ട്രംപിന്റെ വീമ്പിളക്കൽ. പിന്നാലെ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ അരിച്ചുപെറുക്കി മൊസാദിന്റെ ചാരന്മാർ. ഹമാസിന്റെ 5 പ്രധാനപ്പെട്ട തലവന്മാരെ തിരഞ്ഞാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലും തുർക്കിയിലും ജോർദാനിലും ഇസ്രായേലിന്റെ രഹസ്യ പോലീസായ മൊസാദിന്റെ ചാരന്മാരും ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗവും അരിച്ചുപെറുക്കിയിരിക്കുന്നത്. എത്രയും വേഗം 48 മണിക്കൂറാണ് ഗാസയിൽ ഹമാസിന് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ കീഴടങ്ങാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്തിരിക്കുന്ന സമയം. ആ സമയം അവസാനിക്കുന്ന നിമിഷം മുതൽ ലോകത്തെവിടെ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരെയും ഭീകര നേതാക്കന്മാരെയും തീർക്കാനുള്ള ഉത്തരവാദിത്തം മൊസാദിന് നൽകിയിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കയുടെ ട്രംപിന്റെ ഭീഷണിക്ക് പുല്ലുവില കൊടുത്തിരിക്കുന്നു. ട്രംപിന്റെ വാക്കുകളെ വലിച്ചെറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ട്രംപിന്റെ അഹങ്കാരത്തിന്റെ പത്തിക്കടിച്ചിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ചിലമ്പലായിട്ട് മാത്രമേ ട്രംപിന്റെ വാക്കുകളെ ഇസ്രായേൽ കണ്ടിട്ടുള്ളൂ. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ എതിരാളികൾ ഹമാസാണ്. ഹമാസിനെ ഈ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുക, അതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഹമാസിന്റെ നേതാക്കന്മാർ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ സസുഖം വാഴുകയാണ്. അവരുടെ രാഷ്ട്രീയ കാര്യ ഓഫീസ് അവിടെയാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ ഗാസയിലെ തീവ്രവാദം മുഴുവൻ ഹമാസിന്റെ നേതാക്കന്മാർ നിയന്ത്രിക്കുന്നത്. അവിടെ വലിയ ബിസിനസ്സുകളുണ്ട്, കോടികളുടെ ആസ്തികളുണ്ട്. അവിടെ തിന്നു കൊഴുത്തുകൊണ്ടിരുന്നിട്ട് ഈ ഗാസയിലെ തീവ്രവാദികളെ ഇളക്കിവിട്ട് ഇസ്രായേൽ എന്ന രാജ്യത്തെ തന്നെ എത്രയോ വർഷങ്ങളായി കാർന്നു തിന്നുകയാണ് ഹമാസിന്റെ തലവന്മാർ. ആ ഹമാസിന്റെ തലവന്മാരെ തീർത്താൽ മാത്രമേ ഈ ഹമാസ് എന്ന ഭീകര സംഘടന, ഈ കൊടും വിഷം ലോകത്ത് നിന്ന് എന്നേക്കുമായി അവസാനിക്കൂ എന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം. അതിനുവേണ്ടിയാണ് ഒരു തരത്തിലും ഗാസയിൽ ഹമാസ് വെടിനിർത്തലിനോ അല്ലെങ്കിൽ ബന്ദികളെ വിട്ടയക്കാനോ തയ്യാറാവാത്ത ഘട്ടത്തിലാണ് ആഴ്ചകൾക്ക് മുമ്പ് ദോഹയിലേക്ക് ഒരു തവണ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയത്. പ്രധാനപ്പെട്ട ഒരു ഹമാസ് നേതാവിന്റെ മകനടക്കം നിരവധി ഹമാസിന്റെ ഏജന്റുമാർ അവിടെ കൊല്ലപ്പെട്ടു. ഖത്തർ പോലും അത്ഭുതപ്പെട്ടു പോയി. അറബ് രാജ്യങ്ങളെ ഞെട്ടിച്ച ഒരു ആക്രമണമാണ്. ഇസ്രായേൽ എന്ന രാജ്യം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ കയറി അടിക്കുക. അതിനുശേഷം ഇനിയും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഖത്തർ ഉടൻ തന്നെ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയെ വിളിച്ചു. സൗദി അറേബ്യ അടക്കം വലിയ വായിൽ വീമ്പ് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ മറുപടി കാണിച്ചു തരും. 28ഓളം അറബ് രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി വലിയ യോഗം ചേർന്നു. എന്നിട്ട് ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരലണക്കാൻ ഈ അറബ് രാജ്യങ്ങൾക്കോ ഇസ്ലാമിക രാജ്യങ്ങൾക്കോ കഴിഞ്ഞില്ല. ഒരു ചുക്കും ചെയ്തില്ല. അവർ ഒന്ന് മിണ്ടി പോലുമില്ല. വാക്കിൽ മാത്രം ഒരു പ്രസ്താവന ഇറക്കി, പേരിന് മാത്രം. അതിനുശേഷം പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ കരാറിലൊപ്പിട്ടു, ആണവായുധങ്ങൾ കൈമാറുന്ന കരാർ. അതൊക്കെ ഒരു ഭീഷണിയായിരുന്നു ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒക്കെ. ഇതിനിടയിൽ അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തിയ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അതീവ രഹസ്യമായി ട്രംപ് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ വാക്കൊന്ന് കേൾക്കണം, എനിക്ക് വേണ്ടി പേരിനെങ്കിലും ഖത്തറിനോടൊരു മാപ്പ് പറയണം, ബാക്കിയെല്ലാം ഞാൻ സെറ്റാക്കി തരാം. കാരണം വെടിനിർത്തൽ കരാർ നെതന്യാഹു പറയുന്ന അതേ ഉപാധികൾ വെച്ചുകൊണ്ടുള്ള കരാർ മാത്രമേ മുന്നോട്ട് പോകൂ. ഇസ്രായേൽ എന്താണോ ഒരു കരാറിൽ ആവശ്യപ്പെട്ടത് അതെല്ലാം അപ്പടി പാലിച്ചുകൊണ്ടുള്ള ഒരു കരാർ അമേരിക്ക ഹമാസിന് മുന്നിൽ വയ്ക്കുകയാണ്. അതിന് പ്രത്യുപകാരമായി ട്രംപ് എഴുതി കൊടുത്തതും ട്രംപ് പറഞ്ഞതുമായ കാര്യങ്ങൾ ട്രംപ് തന്നെ ഡയൽ ചെയ്ത് ഖത്തറിന്റെ രാജാവിനോട് സംസാരിക്കാനായി നെതന്യാഹുവിന്റെ കയ്യിൽ കൊടുക്കുന്നു. നെതന്യാഹു ട്രംപ് പറഞ്ഞതുപോലെ മാപ്പ് പറയുന്നു. ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ചതിൽ തെറ്റ് സംഭവിച്ചു, പിഴവ് സംഭവിച്ചു, ഞങ്ങളോട് ക്ഷമിക്കണം. തീർന്നു. ഒരു വലിയ ഒരു ആക്രമണത്തിന്റെ പേരിലുണ്ടായിരുന്ന ആ എല്ലാ ശത്രുതയും അവസാനിച്ചു. കാരണം ഖത്തറിന് മറ്റൊന്നും ചെയ്യാനില്ല. ഖത്തറിന്റെ മാനം കാക്കണമെങ്കിൽ ഇങ്ങനെ പൊതുജനത്തിനെ, ലോകത്തിനെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഒരു മാപ്പപേക്ഷ പറയേണ്ടതുണ്ട്. ഇപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഒരു പേരിനൊരു ടെലിഫോണിൽ കൂടി ഒരു മാപ്പ് പറഞ്ഞു എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെടാനില്ല, ഇസ്രായേൽ എന്ന രാജ്യത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. അതോടുകൂടി ട്രംപിന്റെ അഭിമാനം വാനോളം ഉയർന്നു. ട്രംപ് ലോകത്തിന്റെ നേതാവായി, ലോകത്തിന്റെ രാജാവായി. ട്രംപ് അടുത്ത ദിവസം പറഞ്ഞു, ഇനി ഖത്തറിനെ ആരും ആക്രമിക്കില്ല. അതിൻ്റെ തൊട്ടടുത്ത നിമിഷം
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതുകൂടി ചേർത്ത് നമ്മൾ വായിക്കണം. അദ്ദേഹം പറഞ്ഞത് എത്രയും വേഗം ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതാണ് ഹമാസിന് നല്ലത്. എത്രയും വേഗം കയ്യിലുള്ള ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുകയാണ് ഹമാസിന് നല്ലത്. ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ ആയുധം വെച്ച് കീഴടങ്ങുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം ഗാസയിൽ മാത്രമായിരിക്കില്ല ഞങ്ങൾ യുദ്ധം ചെയ്യുക. ലോകത്തെവിടെയും ഒളിച്ചിരിക്കുന്ന, അത് ദോഹയിലായാലും ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ ഞങ്ങൾ തീർക്കും. ഇവിടെ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ റഡാറുകളിൽ, ഞങ്ങളുടെ ചാരക്കണ്ണുകളിൽ കൃത്യമായി പതിഞ്ഞിരിക്കുന്ന ഹമാസ് നേതാക്കന്മാരുടെ കഥ ഞങ്ങൾ കഴിക്കും, തല തെറിപ്പിക്കും, തല ചിതറിക്കും. ഇതായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ദോഹയിലും അതുപോലെ തന്നെ തുർക്കിയിലും ജോർദാൻ അടക്കമുള്ള സിറിയ അടക്കമുള്ള രാജ്യങ്ങളിലും ഹമാസിന്റെ ഭീകര നേതാക്കന്മാരെ തിരഞ്ഞ് മൊസാദിന്റെ ചാരന്മാർ വലവിരിച്ചിരിക്കുന്നു. അധികം വൈകാതെ ദോഹയിലിട്ട് തന്നെ അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ തീർക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തുർക്കിയിലും ചില പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചില ഹമാസ് നേതാക്കന്മാരും തമ്പടിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുണ്ട്. തുർക്കിയിലിട്ടും മൊസാദ് ഹമാസിനെ തീർക്കും. അങ്ങനെ ട്രംപിന്റെ വലിയ വായിൽ വീമ്പടി വെറും വട്ടപൂജ്യമായി മാറും. ട്രംപിന്റെ വാക്കിന് പുല്ലുവില കൊടുത്ത് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോവുകയാണ്. ട്രംപ് അന്തമിട്ട് നിൽക്കുകയാണ്. അന്തമിട്ട് മൊസാദിന്റെ ആ ഇടപെടലിൽ, അതേക്കുറിച്ചുള്ള അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കേട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു ഡൊണാൾഡ് ട്രംപ്.